ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് ആണ്. നിങ്ങളോടുള്ളവരുടെ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇപ്പോഴുള്ളൊരു സാഹചര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ എനർജീസ് ആണെന്നുണ്ടെങ്കിലും തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതായത് റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കരമായിട്ട് ഒരു പാളിച്ച സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു ആഘാതം സംഭവിച്ചു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും തകർച്ചയാണ് കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു തകർച്ച എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനകത്ത് കയറി വന്നിട്ടുണ്ടാവുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മൂലം ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടെ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ആ ഒരു കപ്സിൻ്റെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മെയിൻലി കാണുന്നത് ഒരു ഫെമിനിൻ എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു മെച്ചോർഡ് ഫെമിനിൻ എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മോസ്റ്റ്ലി ഈ ഒരു ഫെമിനിൻ എനർജി വരുന്നത് സ്ത്രീകൾക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും ചില കേസസിൽ നമുക്ക് പുരുഷന്മാരെ കാണാനായിട്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും മെസ്കുലിൻ എനർജി വരുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു എനർജിയിൽ ചില സ്ത്രീകളെയും കാണാനായിട്ട് സാധിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു 90% പറയാൻ സാധിക്കുന്നത് ഫെമിനിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതായത് ഒരു സ്ത്രീയെ തന്നെയാണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പെട്ടൊരു സ്ത്രീ ആയിരിക്കാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുടുംബിനിയായിട്ടൊക്കെ ഉള്ളൊരു പേഴ്സണോ, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുള്ളൊരു പേഴ്സണോ, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു മദറോ, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി മൂലമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഈ ഒരു തകർച്ച ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ടവർ സിറ്റുവേഷൻ വന്നപ്പെട്ടത് ഇവരുടെ ഇടപെടൽ മൂലമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത, അതുപോലെ തന്നെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് പിടിച്ചു പറിക്കുക, എല്ലാ കാര്യങ്ങളും എൻ്റേതാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മാനസികാവസ്ഥയ്ക്ക് അത്രയധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു പേഴ്സണാണ്. സ്വന്തം കാര്യം മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോൾ ആരെങ്കിലും വേദനിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാവുന്നോ ഒന്നും ചിന്തിക്കാത്തൊരു പേഴ്സണാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടവർ സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ കടന്നു വരാനായിട്ട് ഈ ഒരു എനർജിയാണ് കാരണമെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയും അതിനകത്ത് കൂട്ടുനിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചില കേസസിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെയധികം കുറവായിരിക്കും. അതായത് ചിലപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതിനകത്ത് പെട്ടുപോകുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും ഇതിനകത്തൊരു പങ്കുണ്ടെന്നുള്ളതാണ്. ഈ ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയാണ് ഇതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിന്നിരുന്നു. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു തകർച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഇത് ചിലപ്പോൾ സംഭവിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള വ്യക്തികളുണ്ടാവാം. റീസെൻ്റ്ലി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വന്നിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇതോർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ദുഃഖം ഉണ്ടാകുന്നത്. എന്നാലും അവർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ എത്രത്തോളം വിശ്വസിച്ചതാണ്. നമ്മൾ ആദ്യമേ കണ്ടതുപോലെ അത്രയും ആ ഒരു ഈസ് ഓഫ് കപ്സിൻ്റെ ഒക്കെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായതാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി പോയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനൊരു വാല്യൂ ഈ ഒരു പേഴ്സൺ കൽപ്പിച്ചില്ലെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു പോയിട്ടുള്ള ഒരു രീതിയിലായിരിക്കാം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇപ്പോഴും അത്രമേൽ ദുഃഖിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉറക്കം കിടത്തുന്ന ഒരു സംഭവം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മെൻ്റൽ സ്ട്രഗിൾ ഉണ്ടാക്കുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷെ നടക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു റീകൺസിലേഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പല മാർഗങ്ങളും ചെയ്തു നോക്കുന്നുണ്ടാവാം, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടാവാം. പല സമയത്തും ഹോപ്പ് ആ ഒരു എനർജിയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ഡൗൺ ആയി പോകുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു ഇംബാലൻസിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ നമ്മളിവിടെ സിറ്റുവേഷൻ ആദ്യമേ തന്നെ നോക്കിയത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇവരുടെ ഒരു ലേറ്റ് നൈറ്റ് ഫീലിങ്സ് മാത്രം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് അത് എത്രത്തോളം കണക്റ്റ് ആവുന്നുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പിടിയിട്ടില്ല. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ സിറ്റുവേഷൻ നോക്കിയത്. ഇനി നമുക്ക് ഇവരുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു അകൽച്ച തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടൊക്കെയുള്ള പേഴ്സൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി മനസ്സുകൊണ്ട് ആ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഫിസിക്കൽ കണക്ഷൻ എല്ലാം അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ബന്ധം തന്നെയായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലും അവരെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അട്രാക്റ്റ് ആവുന്നുണ്ട് നിങ്ങളോട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ മെമ്മറീസും ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഒരു ഫിയറിങ് എനർജിയുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നമുക്കിപ്പോൾ അവരെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവർ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ, രണ്ട് ഭാഗത്തോട്ടും ആ ഒരു എനർജി ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ചതിച്ചിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോന്നിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയുടെ കൂടി അറിവോട് കൂടിയാണ് ഈ ഒരു ടവർ സിറ്റുവേഷൻ നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു മടിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള അഷുറൻസും കാര്യങ്ങളൊക്കെ തെറ്റിച്ചതിൻ്റെ ആ ഒരു ചളിപ്പോ ആയിരിക്കാം അവിടെ നിങ്ങളുടെ ഭാഗത്തും ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരിപ്പോൾ ഉള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ കുറച്ച് അസ്വസ്ഥമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അവിടെ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ സഞ്ചരിക്കുന്നത്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യം തന്ന് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോഴും ഈ ഒരു പേഴ്സണെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതോ ഈ ഒരു പേഴ്സണെ സഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഒരു ഫോക്കസ് അവരിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം. ഇപ്പോൾ ചില വ്യക്തികളുടെ കാര്യം നമ്മൾ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അവർ ചിലപ്പോൾ പലരോടും മിണ്ടും, സംസാരിക്കും, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഇടപഴകും. പക്ഷെ അവരുടെ പാർട്ട്ണർ ഇതൊന്നും ചെയ്യുന്നതിനോടൊട്ടും താല്പര്യം ഉണ്ടാവില്ല. ആ ഒരു കാര്യത്തിൽ അവർ വളരെയധികം പൊസസീവായിട്ടിരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നോക്കുമ്പോഴും അതേ എനർജി തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു ഗ്യാപ്പ് വന്നിട്ട് കുറച്ചധികം നാളുകളായിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തു പോയോ, നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും കടന്നു വന്നോ, ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഒരുപാട് അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം, അവരത് നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, കോമൺ ഫ്രണ്ട്സോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വഴിയായിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് നമുക്കിവിടെ ഇവരുടെ ഒരു മാനസികാവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈം പീരീഡിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ കയ്യിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കൺട്രോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ കയ്യിലായിരിക്കാം. അതായത് പല കാര്യത്തിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും നിങ്ങളെ ചിലപ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റാരോടെങ്കിലും കൂടുതലായിട്ട് ഇടപഴകുന്നതോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുന്നതോ, ചിലപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും അതിലെല്ലാം ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. ആ ഒരു അഭിപ്രായം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ മേലെ ഈ ഒരു പേഴ്സണ് കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണ് ഒരു കൺട്രോൾ ഇല്ല. നിങ്ങൾ തികച്ച് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺട്രോളിങ്ങിലേക്ക് തിരിച്ചു വരാൻ, നിങ്ങളുടെ ഒരു കൺട്രോൾ അവരിലേക്ക് കിട്ടാനായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇവരായിരിക്കണം, മറ്റാരും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനോ നിങ്ങൾ മറ്റൊരു വഴിയിലേക്ക് പോകാനോ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അവരേത് സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു ന്യൂക്ലിയസ് പോലെ അവർക്ക് ചുറ്റും കറങ്ങണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു റീകൺസിലിയേഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ്,
നിങ്ങളിനി മൂവ് ഓൺ ചെയ്തു പോയോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് കയറി വന്നിട്ടുണ്ടോ, ഇതെല്ലാം അറിയാൻ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ ഓഫർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്താഗതി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്വന്തമാക്കിയതായിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ക്വാളിറ്റീസ് കൊണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം കുറച്ചും കൂടി ഫിസിക്കലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതായത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ നേടിയത് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് വളരെ പ്രൗഡായിട്ട് കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കിട്ടുമ്പോൾ അത് ഒരു ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്, അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ കിട്ടി എന്നൊക്കെ നമ്മൾ പ്രൗഡാവുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ഈ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ഒരുപാട് പേര് അട്രാക്റ്റീവായിട്ട് വരാനായിട്ട് സാധ്യതയുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ചിന്താഗതികളും കാര്യങ്ങളെല്ലാം ഇവർ ഒരുപാട് അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പം മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിച്ച് തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് തലപുണ്ണാക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് പല രീതിയിൽ അല്ലെങ്കിൽ പല ആംഗിളിലുള്ള ഇവരുടെ ഒരു തോട്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മെയിൻലി നമ്മളിവിടെ നോക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും കടന്നു വരുമോ, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സണിൽ നിന്ന് മോണായി പോയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ചിന്താഗതികൾ തന്നെയാണ് വളരെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു നഷ്ടബോധം ഈ ഒരു വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് അത്രയേറെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഇത് ഇവരോട് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓക്കെയാണ്, നിങ്ങൾക്ക് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു തരത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ പൊതുവെ സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും അല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈലൻസ് എല്ലാം ഈ ഒരു പേഴ്സണെ ഭയപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് കാണാം. നമ്മളുടെ കയ്യിലുള്ളൊരു സാധനം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതിന് നമുക്ക് കിട്ടില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്താഗതി വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു പാനിക് ആയിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിലവിലും ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി എനർജിയിലുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി എനർജിയോട് അവർക്കൊരു ഫിയറും ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മിസ്റ്ററിയാണ്. ഇവർ നിഗൂഢമായിട്ടാണ് കാണുന്നത്. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് സീക്രറ്റ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലിയർ കട്ടായിട്ട് എന്താണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് റീകൺസിൽ ചെയ്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി എനർജി അവരോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഹൈഡ് ചെയ്ത് വരുന്നത് പോലെ വരാനായിട്ടാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഡയറക്റ്റ്ലി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയില്ല എന്നുള്ളതാണ്. അതായത് വീണ്ടുമുള്ള ആ ഒരു റീകൺസിലിയേഷൻ തികച്ചും ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ മറച്ചു വെച്ച് കൊണ്ടുപോകാനായിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും ഒരു ഓഫറായിട്ട് വരാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. മാത്രമല്ല ആ ഒരു സമയത്ത് അവർ കൂടുതലും തേർഡ് പാർട്ടി എനർജിയെ തന്നെയായിരിക്കും കുറ്റം പറയുന്നത്. നമുക്കിവിടെ ആ ഒരു എനർജീസ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവരതിൻ്റെ ഒരു പഴിയോ കാര്യങ്ങളോ ഒന്നും ഏറ്റെടുക്കണമെന്നില്ല. എല്ലാ കുറ്റങ്ങളും തേർഡ് പാർട്ടി എനർജിയുടേതാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവരുടെ തലയിൽ കെട്ടിവെച്ചിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ മുൻപിൽ ഒരു ക്ലിയർ പിക്ചറായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജെനുവിനിറ്റിയിൽ തന്നെ നിൽക്കാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അറിയുന്നൊരു കാര്യമായിരിക്കാം, ഈ ഒരു വ്യക്തിയും കൂടി അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. തേർഡ് പാർട്ടിയുടെ നിർബന്ധവും അല്ലെങ്കിൽ ആ ഒരു തടസ്സവും മാത്രമല്ല, ഇവരുടെയും കൂടി ഒരു തീരുമാനമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഇവർ ചിലപ്പോൾ ഇവർക്കുള്ള ആ ഒരു കുറ്റോ കാര്യങ്ങളെല്ലാം തേർഡ് പാർട്ടിയിലായിരിക്കാം കെട്ടിവെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ബ്രാൻഡ് ന്യൂ ഓഫറായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സീക്രറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. അത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലാണെന്നുണ്ടെങ്കിലും. അത് മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കൺട്രോൾ, നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺട്രോൾ അവർക്ക് തന്നെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും അവരുടേതായിരിക്കണം എന്നുള്ള ആ ഒരു വേണമെങ്കിൽ നമുക്കൊരു ഷാഠ്യം എന്ന് പറയാം, അതുപോലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സണുമായിട്ടൊരു റീകൺസിലേഷൻ മാത്രം മതി, അല്ലെങ്കിൽ എത്രയും വേഗം അവരുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്.
അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.